വരുന്ന നെൽകൃഷി, പച്ചക്കറി കൃഷി ഇവർക്ക് നല്ലൊരു വരുമാന മാർഗം എന്നതിനപ്പുറം നഷ്ടപ്പെട്ടുപോയ ഒരു കാർഷിക സംസ്കൃതിയുടെ തിരിച്ചുവരവ് കൂടിയാണ്. 36 അയൽക്കൂട്ടങ്ങളിലായി 285 വനിതകളാണ് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കുടുംബശ്രീ അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷം 162 ഏക്കർ സ്ഥലത്ത് നെല്ല് അധികമായി കൃഷി ചെയ്തു. ഇതുവഴി പഞ്ചായത്തിലെ മുഴുവൻ ഭൂമിയും കൃഷിക്ക് ഉപയോഗിക്കുന്നതിന് കഴിഞ്ഞു. ഇവിടുത്തെ ആടുഗ്രാമം പദ്ധതി വ്യത്യസ്തവും മാതൃകാപരവുമാണ്. സാമ്പത്തിക പരാധീനത മറികടക്കാൻ ഈ സ്ത്രീകൾക്ക് ഇന്ന് കഴിയുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് തുടക്കം ഇങ്ങനെ ആട് വളർത്തലുണ്ട്. ഇത് ഞങ്ങൾ 2 ഗ്രൂപ്പായിട്ട് 2 അയൽക്കൂട്ടത്തിൽ ഗ്രൂപ്പായിട്ട് തുടങ്ങിയതാണ്. 10 പേര് ഒരു ഗ്രൂപ്പിൽ ആയിട്ട് ഒരു അംഗത്തിന് 5 ആട് വീതം ഞങ്ങൾ വാങ്ങി. പിന്നെ ട്രെയിനിങ്ങിന് ഞങ്ങൾക്ക് എല്ലാ ഇതും ട്രെയിനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു അംഗത്തിന് 5 ആട് വീതം വാങ്ങി. കുടുംബശ്രീയുടെ സഹായത്തോടെ 2 കാടവളർത്തൽ സംരംഭങ്ങളാണ് പഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. ആറാട്ടുകടവിലെ ഈ കാടവളർത്തൽ യൂണിറ്റിനെ ഒരു പരിശീലന കളരിയാക്കാനും ഇവർക്ക് കഴിഞ്ഞു. സ്ത്രീയുടെ ശക്തി സ്വയം തിരിച്ചറിയാനും സമൂഹത്തെ അറിയിക്കാനും ഈ സ്വയം തൊഴിൽ സംരംഭങ്ങളിലൂടെ ഇവർക്ക് കഴിയുന്നുണ്ട്. പുതുമ പഞ്ചായത്തിന്റെ താഴ്വര പ്രദേശങ്ങളും തീരദേശങ്ങളും വളരെ ഉയർന്ന ജലലഭ്യതയുള്ള പ്രദേശങ്ങളാണ്. ഈ പഞ്ചായത്തിൽ ധാരാളം കിണറുകളും കുഴൽക്കിണറുകളുമുണ്ട്. എങ്കിലും വേനൽക്കാലമാകുമ്പോൾ രൂക്ഷമായ ജലക്ഷാമം ഇവിടെ അനുഭവപ്പെടുന്നു. വിവിധ സ്കീമുകളിലായി ചെറുതും വലുതുമായ ധാരാളം കുടിവെള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് പഞ്ചായത്ത് ഇതിന് പരിഹാരം കണ്ടെത്തുന്നു. വേനൽക്കാലം എത്തിയാൽ വറ്റിവരണ്ടു പോകുന്ന കിണറുകൾ ധാരാളമാണിവിടെ. സജീവമായി പ്രവർത്തിക്കുന്ന 40 കുടിവെള്ള പദ്ധതികളാണ് ഇവിടെയുള്ളത്. സ്വജൽധാര പദ്ധതി പ്രകാരം നിർമ്മിച്ചൊരു കിണറാണിത്. ഈ കിണറിലെ വെള്ളം ഒരിക്കലും വറ്റാറില്ല. ഇതുപോലെ 31 കിണറുകൾ ഈ പഞ്ചായത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് നോക്കി നടത്താൻ ഒരു ഗുണഭോക്തൃ സമിതിയുണ്ട്. സമിതി അംഗങ്ങളാണ് ഇവർ. അതിന്റെ സെക്രട്ടറി ശ്രീ പ്രമോദ് സർ. എത്ര ഗുണഭോക്താക്കളുണ്ട്? ഗുണഭോക്താക്കൾ ഇപ്പോൾ 107 കുടുംബങ്ങളാണ് ഈ പദ്ധതിയുടെ കീഴിലുള്ളത്. ആ കുടുംബങ്ങൾക്ക് എല്ലാ ദിവസവും എല്ലാ സമയവും വെള്ളം ലഭിക്കുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വാട്ടർ പൈപ്പിന് മീറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് വെള്ളം എടുക്കാവുന്നതാണ്. ഒരു മാസം 10,000 ലിറ്റർ വെള്ളം വരെ ഉപയോഗിക്കാം. നമ്മളടുത്തൊരു പുഴയുണ്ട്. ആ പുഴയിൽ ക്രോസ് ബാർ നിർമ്മിച്ച് അവിടെ ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പലയിട്ട് വെള്ളം കെട്ടി നിർത്തി അങ്ങനെ നമ്മൾ ഈ പ്രദേശത്തെ മറ്റ് കിണറുകളിൽ കൂടി ഇത് വന്നതിന് ശേഷം ഈ വറ്റിക്കൊണ്ടിരിക്കുന്ന കിണറുകളിൽ കൂടി ഇപ്പോൾ വെള്ളം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. സ്വജൽധാര പദ്ധതിയിലൂടെ പൈപ്പ് കണക്ഷൻ കിട്ടിയ കിണർ പോലും ഇല്ലാത്തൊരു വീടാണിത്. എല്ലാ നേരത്തും വെള്ളം കിട്ടുന്നുണ്ടോ? ഇപ്പോ എല്ലാ സമയത്തും കിട്ടും. പണ്ട് എവിടുന്നാ വെള്ളം എടുത്തോണ്ടിരുന്നത്? ഇതിനു മുമ്പ് ഞങ്ങൾ 2-3 വളപ്പുറമുള്ള ഒരു താഴ്ത്തൊരു കിണറുണ്ട്. അവിടെ വെള്ളം ഉണ്ടാവും. അവിടെ നിന്നാ കൊണ്ടുവരിക. പഞ്ചായത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിച്ചിരുന്ന സ്ഥലങ്ങളാണ് നാഗത്തിങ്കൽ, മുക്കുന്നോത്ത്, മേൽബാര കോളനികൾ. ഇവിടെ പ്രവർത്തിക്കുന്ന മിനി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയതോടെ ഈ പ്രദേശങ്ങളിലെ കടുത്ത ജലക്ഷാമത്തിന് പരിഹാരം കാണാൻ പഞ്ചായത്തിന് കഴിഞ്ഞു. നമ്മളിപ്പം വികസന ദൃശ്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞു. ചർച്ചയിലേക്ക് കിടക്കാം അല്ലേ RVG മാഷ്? ആദ്യത്തെ തവണയാണോ പഞ്ചായത്ത് ഭരണസമിതി അംഗമാകുന്നത്, അതോ നേരത്തെ ആയിരുന്നോ? 94-ൽ പഞ്ചായത്ത് മെമ്പറായി. അതിനുശേഷം 2001-ൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി. ഈ ഭരണസമിതിയിൽ 3ാമത്തെ തുടർച്ചയായ ടേമാണ് അല്ലേ? അപ്പോൾ ഈ 15 വർഷം കൊണ്ട് ഉടുമ്പ പഞ്ചായത്തിൻ്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? ഈ ബേക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പദ്ധതിയും കൂടി ഇപ്പോൾ ഈ പദ്ധതിയിൽ നമ്മൾ 2000 കുടുംബങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് MLAയുടെ വികസന ഫണ്ടും അതുപോലെ തന്നെ സുനാമി ഫണ്ടും പഞ്ചായത്തിന് വികസന ഫണ്ട് കൂടിയിട്ടാണ് ഈ 2000 കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി തയ്യാറാക്കി. അതിന്റെ പൈപ്പ് ലൈൻ എല്ലാം വിട്ട് കഴിഞ്ഞു. ഇതിനൊക്കെ വേണ്ട വെള്ളം എവിടുന്നാണ് എടുക്കുന്നത്? ഇത് ഈ ബേക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട് ഈ 11 ലക്ഷം ലിറ്റർ വെള്ളം കിട്ടുന്നത് തൊട്ടടുത്ത പഞ്ചായത്ത് പള്ളിക്കര പഞ്ചായത്ത് നിന്ന് കൊണ്ടുവരുന്നതാണ്. നമ്മുടെ പഞ്ചായത്തിൽ ടാങ്ക് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി വെള്ളം കൊണ്ടുവരുന്ന പള്ളിക്കര പഞ്ചായത്ത് പുഴയിൽ നിന്നാണോ? പുഴയിൽ നിന്നാണ്. അതുകൂടാതെ ഇപ്പൊ ഈ കുന്നും താഴ്വാരവുമായിട്ടുള്ള പ്രദേശമായതുകൊണ്ട് മഴ പെയ്താൽ ഉടനെ തന്നെ വെള്ളം കുത്തിയൊലിച്ച് പോകുകയാണ് പതിവ്. ആ വെള്ളം മണ്ണിൽ താഴുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ ഭൂഗർഭജലം സമ്പന്നമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഇടപെടലുകൾ നടത്തുന്നുണ്ടോ അവിടെ? സാർ, അത് കയ്യാലകളെല്ലാം ഇട്ടുകൊണ്ട് നമ്മളിപ്പോൾ വാട്ടർ ഷെഡ് പദ്ധതികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പ്രദേശങ്ങളിലെല്ലാം കയ്യാലകളെല്ലാം ഇട്ടുകൊണ്ട് വെള്ളം അതാത് സ്ഥലത്ത് തന്നെ താഴ്ന്നിറങ്ങുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചില മേഖലകളിൽ
നടന്നു വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നീർത്തടാധിഷ്ഠിത വികസന മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇങ്ങനെ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കുകയായിരുന്നു, അതോ കൃഷി വകുപ്പിന്റെയോ ലാൻഡ് യൂസ് ബോർഡിന്റെയോ ഒക്കെ സഹായം? പഞ്ചായത്ത് മുൻകൈ എടുത്ത് കൃഷി വകുപ്പിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്. ശരി. അതിനു വേണ്ടിയിട്ട് ഈ NREGS ലേബർ ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. പഞ്ചായത്തിൽ എത്ര സ്കൂളുകളുണ്ട്? 13 LP UP സ്കൂളുകളും 2 ഹയർ സെക്കൻഡറി സ്കൂളും. അവിടുത്തെ ഈ 5 വയസ്സായ എല്ലാ കുട്ടികളും സ്കൂളിൽ എത്തുന്നുണ്ടോ? എല്ലാ കുട്ടികളും എത്തുന്നുണ്ട്. നമുക്കൊരു ഭീഷണി എന്ന നിലയിൽ ഒരു 3-4 വർഷം മുമ്പിൽ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുള്ളത് ഒരു പഞ്ചായത്തും കൂടി ഉദുമയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭരണസമിതി നിലവിൽ വന്നതോടുകൂടി നമ്മുടെ സ്കൂളിനെ വിദ്യാലയത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവിദ്യാലയ വികസന സമിതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുജനങ്ങളെ എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് സന്നദ്ധ സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമിതി രൂപീകരിച്ചു, എല്ലാ സ്കൂളിലും രൂപീകരിച്ചു. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുട്ടികളെ പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾ അടക്കം നമ്മുടെ ഈ സമിതിയിൽ പങ്കെടുത്തുകൊണ്ട് ആ സമിതിയിൽ അംഗമായി പിറ്റത്തെ വർഷം ആ കുട്ടികളടക്കം നമ്മുടെ സ്കൂളിലേക്ക് അയക്കുന്ന ഒരു അവസ്ഥയും കൂടി കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഉദുമ പഞ്ചായത്ത് എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഗൾഫ് മേഖലയാണ്, കെട്ടിട നിർമ്മാണ മേഖല ഗൾഫ് മേഖലയായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് മറ്റുള്ള മക്കൾ പോകുന്ന സമയത്ത് എൻ്റെ മക്കളും പോകണം എന്നില്ല ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളായിരുന്നു. ഈ വികസന സമിതി വന്നതോടുകൂടി നമ്മുടെ പൊതുവിദ്യാലയത്തിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കി. അത് എങ്ങനെയാണത് സാധിക്കുന്നത്? നമ്മുടെ വിദ്യാലയങ്ങളിലെ പഠനവും സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തിക്കൊണ്ടാണോ? നമ്മുടെ സ്കൂൾ അന്തരീക്ഷം ആദ്യം ഞങ്ങൾ ചെയ്തത് സ്കൂൾ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോകുന്നവർ ടൈയും കോട്ടെല്ലാം ഇട്ടിട്ട് പോകുന്നവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അതേ ഡ്രസ്സിൽ തിരിച്ചു പോകുന്നത്. അപ്പോൾ പൊതുവിദ്യാലയത്തിലാണെങ്കിൽ വൈകുന്നേരം പോകുന്ന സമയത്ത് മണ്ണും പിടിച്ച ഒരു അവസ്ഥയിലാണ് കുട്ടികൾ നേരത്തെ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വികസന ഫണ്ടിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഫണ്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ക്ലാസ് റൂമിലും ടൈൽസ് പകിക്കൊണ്ടുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തു. ആദ്യം അതാണ് ഞങ്ങൾ ചെയ്തത്. ടൈൽസ് ആക്കിയത് മാത്രമല്ല ആ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുത്തു. സ്മാർട്ട് ക്ലാസ് റൂം ആക്കി, അതുപോലെ തന്നെ ക്ലാസ് റൂം ആക്കിക്കൊണ്ട് ക്ലാസിന്റെ ഒരു അന്തരീക്ഷം മെച്ചപ്പെടുത്തുക. ആദ്യം അതാണ് മെച്ചപ്പെടുത്തിയത്. അതിനുശേഷം ഇപ്പോ ബാക്കി അതിന്റെ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ SSA വഴി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. SSAക്ക് ഞങ്ങൾ ഫണ്ട് അടച്ച ഫണ്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. നിങ്ങൾ ഒരു സ്ഥലത്ത് പറഞ്ഞു നിങ്ങളുടെ ഗ്രാമത്തിൽ തരിശില്ല, എല്ലാ തരിശു പോയി നിങ്ങൾ കൃഷി തരിശില്ല എന്നല്ല. അപ്പം നമ്മൾ ഈ ഇത് തയ്യാറാക്കുന്ന സമയത്ത് 2008-9 വർഷത്തെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ 13 ഏക്കർ ഹെക്ടർ തരിശായിരുന്നു. അപ്പോൾ ആ 13 ഹെക്ടറിനെ നമ്മൾ ചുരുക്കി കൊണ്ടുവന്നിട്ട് 7 ഹെക്ടറായിട്ട് മാറ്റി. നിങ്ങളിപ്പോൾ എല്ലാ വീടുകളിലും പച്ചക്കറി കൃഷി നടത്തുന്നു, അതെല്ലാം നല്ല കാര്യങ്ങളാണ്. ഇതിൻ്റെ ഫലമായി ഇതിനെല്ലാം നിങ്ങൾ ഒരുപാട് സഹായങ്ങൾ അവർക്ക് കൊടുക്കുന്നുമുണ്ട്. ഇതിന്റെ ഫലമായി അവർക്ക് എന്തുമാത്രം കൂടുതൽ പണം അവരുടെ കയ്യിൽ കിട്ടി എന്നുള്ളതിനുള്ള ഒരു കണക്കും ഇതിനകത്തില്ല. ഉണ്ട് സാർ. ഏകദേശം 62 ടണ്ണോളം അധികം ഉൽപാദനം നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പച്ചക്കറിയിൽ. പിന്നെ നെൽകൃഷിയിലാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന 3750 കിലോ പെർ ഹെക്ടർ ആയിരുന്നു പ്രൊഡക്ടിവിറ്റി. ഇപ്പം അത് 4800 കിലോ പെർ ഹെക്ടർ ആയിട്ട് ഉയർത്താനും പറ്റും. അതെല്ലാം കൂടെ ഇതിൽ എഴുതി വെക്കണമായിരുന്നു എന്നുള്ളൊരു നിർദ്ദേശമാണ്. അതാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. കാരണം നമ്മളിപ്പോൾ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ഓരോ കൃഷി വികസന പ്രവർത്തനത്തിന് കൊടുക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ പണം ഇത് ഉള്ള കാലവും ഇത്രയും വലിയ ഗ്രാൻറ്റുകൾ നൽകി ചെയ്യാൻ സാധിക്കില്ല. അപ്പം അതിൻ്റെ ഫലമായിട്ട് എത്ര ഉൽപ്പാദനം ഉണ്ടായി എന്നുള്ള കാര്യങ്ങളോട് നിങ്ങൾ ഒരു കാര്യം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. വിധവകൾ നിങ്ങൾക്ക് വിധവകൾ തന്നെ 472 വിധവകളുണ്ട് സാർ. അത് പെൻഷന്റെ കണക്കല്ലേ സാറേ? അത് പെൻഷൻ വിധവകളുടെ മാത്രമാണ് പെൻഷന്റെ കണക്ക്. അപ്പോൾ ഈ കർഷക തൊഴിലാളികളായ വിധവകളടക്കം പെൻഷൻ വാങ്ങുന്ന ഒരു കണക്കാണ്. അപ്പോൾ മൊത്തം വിധവകളുടെ കണക്ക് എന്ന് പറയുന്നത് 1948 വിധവകളാണ്. അതേപോലെ തന്നെ അഗതികളുണ്ട്, ആരും സംരക്ഷിക്കാനില്ലാത്ത അഗതികളുണ്ട്. അത് 285 പേരാണ്. അവിവാഹിതരായ അമ്മമാർ 11 പേര് നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട്. ഈ സർവേ എടുക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. ആൺമക്കളുള്ള വിധവകൾ 1654 വിധവകളുണ്ട്. പെൺമക്കളുള്ള വിധവകൾ മാത്രം 176 പേരാണ് ഉള്ളത്. അപ്പോൾ ഈ പെൺമക്കളുള്ള വിധവകൾക്കാണ് ഈ പെൻഷൻ വാങ്ങുന്നത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ആ പെൻഷൻ കർഷക തൊഴിലാളികളായവരും വാങ്ങുന്നുണ്ട്. അതാണ് 472 പെൻഷന്റെ ഇത് കൊടുത്തത്. കർഷക തൊഴിലാളി വേറെയായിട്ട് വരും. അപ്പൊ വിധവകള് നമ്മളെ കണക്ക് പ്രകാരം 2 പെൻഷൻ അവർക്ക് കിട്ടുമോ?
അല്ല കിട്ടൂല, വിധവകൾ